പീഡനത്തിനിരയായ ഒരാളെ മനോപീഡനത്തിലൂടെ ഇരട്ടി വേദനിപ്പിക്കുന്നത് എന്തിനാണ്? പ്രതിയെ ചേർത്ത് പിടിക്കുന്നവർ അതിജീവിതയെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? അതിജീവിത സമരത്തിനിറങ്ങിയപ്പോൾ നാണം കെട്ടില്ലേ നമ്മുടെ സംവിധാനം? മാസപ്പടിയിൽ ഇഡിയുടെ മാസെപ്പടി എന്ന് ചോദിക്കുകയാണ് ജനം. CMRൽ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇഡിക്കൂട്ടിൽ തന്നെയാണ്. വിശദമായി പരിശോധിക്കാം. സ്പോട്ട് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ആശുപത്രി കിടക്കയിൽ അതിക്രൂര പീഡനത്തിനിരയായ ഒരു യുവതി വീണ്ടും നീതിക്കായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ യുവതിയുടെ വാർത്തയിലേക്കാണ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനത്തിനിരയായ അതിജീവിത പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ സമരം തുടങ്ങി. ഡോക്ടർ KV പ്രീതിക്കെതിരെയായുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരും. അനീഷ, ആശുപത്രി കിടക്കയിൽ ചികിത്സയ്ക്കായി എത്തിയ ഒരു യുവതിക്ക് അന്ന് നേരിടേണ്ടി വന്നത് കൊടിയ അനീതിയാണ്. ഇന്ന് ആ അനീതിക്ക് നീതി ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ നീതി ലഭിക്കാൻ വേണ്ടി ആ യുവതി, ആ സ്ത്രീ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ത് സന്ദേശമാണ് ഈ ഒരു അതിജീവിത തെരുവിലേക്ക് ഇറങ്ങുന്നതിലൂടെ നൽകുന്നത്? അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ വാക്കിനിപ്പോൾ എന്ത് വിലയാണുള്ളത്? ഭവ്യ, തീർച്ചയായും ഇത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഈ തെരുവിൽ കടുത്ത ചൂടിലും മേടച്ചൂടിലും കോഴിക്കോട് സിറ്റിയിലെ കമ്മീഷണർ ഓഫീസിന് മുൻവശത്ത് ഒരു സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അതാണ് അങ്ങേയറ്റം ഖേദകരമായ കാര്യം. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ആദ്യം ഈ കേസിലെ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് ഈ കേസ് കൂടുതൽ ബലമാക്കുന്ന, അല്ലെങ്കിൽ കേസ് ദുർബലമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ KV പ്രീതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അതിജീവിത പറയുന്നത്. ഇവർ ഈ ICUവിൽ വെച്ച് പീഡനത്തിനിരയായ ശേഷം പറഞ്ഞ പല കാര്യങ്ങളും അതേ രീതിയിൽ അവർ കുറിച്ചെടുത്തില്ല. അത് അവരുടെ റിപ്പോർട്ടിൽ നൽകിയില്ല. അത് കേസിനെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്ന ആശങ്കയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അട്ടിമറി ശ്രമം തന്നെയാണ് ഈ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നത് എന്ന് ഇവർ ആരോപിക്കുന്നു. ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തനിക്ക് നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഈ പരാതിയിൽ കഴമ്പില്ല എന്ന ഒരു തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് അന്വേഷണത്തിന് ശേഷം എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ കഴമ്പില്ലാത്ത ഒരു പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയാൽ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകുക എന്നത് സാമാന്യ മര്യാദയാണ്, നീതിക്ക് നിരക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് നൽകില്ലെന്ന് അവർ നിരന്തരം പറയുന്നു. ADGPയുമായും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷണർമാരുമായൊക്കെ ബന്ധപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നേരിട്ട് വീണ്ടും എത്തി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. എന്തായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുൻവശത്ത് ഈ ഒരു വെയിലിൽ അവർ വെറും തറയിലിരുന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. നിരാഹാര സത്യാഗ്രഹമാണ്. ഭക്ഷണമൊന്നും കഴിക്കാതെയുള്ള സത്യാഗ്രഹമാണ്. രാത്രിയായാലും ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് അവർ നേരത്തെ അറിയിച്ചത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു ഈ വഴിയരികിൽ വന്ന് ഈ ചൂടത്ത് സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക്? നീതി കിട്ടാത്തത് കൊണ്ട് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പം ഇത്തരം ഒരു പീഡനം സഹിച്ച ഒരാള് ഇങ്ങനെ ഇരുന്നാലും നീതി തരുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അത്ര തന്നെ. ഇവരെല്ലാം കണ്ണടച്ചിട്ട് എനിക്ക് നീതി തരില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തേക്കാണ്. അപ്പൊ അതൊന്ന് നീതി കിട്ടുന്നവരെ പോരാടാൻ തന്നെയാണ് തീരുമാനം. റിപ്പോർട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. ഇതെന്താണ് ഈ റിപ്പോർട്ട് ഇത്ര കാര്യമായി അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് വിചാരിക്കുന്നതിന്റെ കാരണം എനിക്ക് ഈ പ്രീതിക്കെതിരെയുള്ള കേസ് പുനരന്വേഷണത്തിന് പോകണം, ആ പ്രീതിക്കെതിരെ. അപ്പോൾ അതിന് ഈ റിപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ഈ റിപ്പോർട്ട് കിട്ടിയാലേ എനിക്ക് അതിന് പോകാൻ കഴിയുള്ളൂ കോടതിയിൽ. ഈ പ്രീതിയുടെ റിപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ദോഷകരമാവുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രീതി ഒരു തെറ്റ് ചെയ്തതെന്ന് കരുതാൻ കാരണം?
കാരണം കുറ്റപത്രത്തിൽ അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല, അതുപോലെ മുറിവുകളോ ഒന്നും കണ്ടിട്ടില്ല എന്നാണ്. അപ്പം മുറിവുകളും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു തെറ്റായ ഒരു റിപ്പോർട്ട് കൊടുത്തത്, അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിക്കണമല്ലോ. ഒരു ഡോക്ടർ എന്ന രീതിയിൽ രോഗിക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാതെ പ്രതിക്കൊപ്പമല്ല. അപ്പം അത് അവർ കരുതി കൂട്ടിയ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ പലതും രേഖപ്പെടുത്തിയില്ല. അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവര് മുറിവുകളോ ഒന്നും ഉണ്ടായിട്ട് പോലും അവര് സാമ്പിൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊരു തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. അപ്പം അതൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണല്ലോ. അപ്പൊ അതിനെതിരെയാണ് പരാതി കൊടുത്തത്. അതീവ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. കാരണം ഒരു ഈ പീഡനം നടന്നു എന്ന് തെളിയിക്കപ്പെടാനുള്ള പ്രാഥമികമായ തെളിവ് അതാണ് അല്ല, ഈ പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇതിലൊരു വിജയം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം എന്നാലും വിജയിക്കുന്നല്ലാണല്ലോ. അപ്പം അതിനെതിരെ പരാതി കൊടുത്ത് ഇനിയിപ്പോൾ ആ ഡോക്ടറെ സംരക്ഷിക്കാനാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കം. പോലീസ് അതുകൊണ്ടാണ് ആ ഒരു റിപ്പോർട്ട് തരാത്തത്. പക്ഷേ പോലീസൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് അതിജീവിതയ്ക്കൊപ്പം തങ്ങളുണ്ട് എന്നാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രാഥമികമായ റിപ്പോർട്ടുകൾ ചോദിച്ചാൽ പോലും തരാത്ത അവസ്ഥ മറുവശത്തുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകളൊക്കെ അവർ മറച്ചു വെച്ചിട്ട് അവർ എനിക്കൊപ്പം ഉണ്ടെന്ന് വീമ്പളക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉണ്ടെന്നുള്ള ഒരു പ്രാവശ്യം ഇട്ടാലും തെളിയിച്ച് കാണിച്ചു തരണല്ലോ. ആ റിപ്പോർട്ടിനായിട്ട് ഞാൻ പല തവണ ഞാൻ ആരോഗ്യമന്ത്രിന്റെ അടുത്തും മുഖ്യമന്ത്രിന്റെ അടുത്തും എല്ലാ ആളുകളുടെ അടുത്തും പോയതാണ്. അപ്പം അവരൊന്ന് റിപ്പോർട്ട് എനിക്ക് ലഭിക്കാനായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ സമരം ഇത് കിട്ടുന്നത് വരെ സമരം തുടരാനാണ്? തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നവരെ ഞാൻ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ സ്ത്രീകൾ അപകീർത്തിപ്പെടുക അല്ലെങ്കിൽ